ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സാധാരണ നമ്മൾ ഫ്ലൈറ്റുകളെ പറ്റിയിട്ടോ ഏതെങ്കിലും ട്രാവൽ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഒരു വെറൈറ്റി. ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ വീട്ടിൽ മേടിച്ചൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊരു റിവ്യൂ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് വീടുകളിലാണ്, അതല്ലെങ്കിൽ വീട്ടമ്മമാർക്കാണ്, അല്ലെങ്കിൽ വീട് ആരാണോ വൃത്തിയാക്കുന്നത് അവർക്കാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വീടുകളിൽ നമുക്ക് പ്രശ്നം വരാവുന്നത്, പ്രശ്നം എന്നൊന്നും പറയുന്നില്ല, ചിലർക്ക് അതൊരു ഹോബിയാണ്, വീട് അടിച്ചു വാരി തുടയ്ക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് അത്. പ്രത്യേകിച്ചും പൊടിപടലങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഡെയിലി അല്ലെങ്കിൽ ദിവസത്തിൽ 1-2 വട്ടമൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ രക്ഷിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കാണിക്കുന്നത്. പ്രൊഡക്റ്റിന്റെ പേര് എന്ന് പറയുന്നത് ഡീബൂട്ട് എന്നാണ്. ഡീബൂട്ട് X8 Pro ആണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിമെറിറ്റ്സ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പ്രൊഡക്റ്റ്. എക്കോവാക്സ് കമ്പനി പുറത്തിറക്കുന്ന ഡീബൂട്ട് X8 Pro ആണ് ഈ ഒരു മോഡൽ. ഇതിൻ്റെ തന്നെ വൈറ്റ് മോഡലും പല വേർഷൻസും വേറെ വേറെ കമ്പനികളുടെ വേർഷനും ഒക്കെ ഉണ്ട്. ഞാനിതിൻ്റെ ഫീച്ചേഴ്സ് 1 by 1 ആയിട്ട് വരാം. ഇത് പ്ലഗിൽ ചാർജ് ചെയ്തേക്കാണ്, ചാർജിങ് എന്തായാലും വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ കുഞ്ഞൻ റോബോട്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ കാണാം. നിങ്ങൾക്ക് ക്ലോസപ്പിൽ ഞാൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പവർ ബട്ടൺ അവിടെ കാണാം. നിങ്ങൾക്ക് മാനുവലി ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ ഉള്ളതായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെൻസർ കം ക്യാമറ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഫീച്ചറിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ കാണുന്ന ഒരു ഭാഗമാണ് നമ്മുടെ റോബോട്ട്. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് അടുത്തായിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന 2 ടാങ്കുകളാണിത്. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് പൊന്തിച്ച് കാണിക്കാം. കണ്ടില്ലേ, ഇത് വെള്ളം നിറയ്ക്കാവുന്ന ടാങ്കുകളാണ്. ഇത് നമുക്ക് നല്ല വെള്ളം നിറയ്ക്കാവുന്ന ടാങ്കാണ്. ഓക്കെ, ഇത് നമുക്ക് ഡേർട്ടി വാട്ടർ വരുന്ന, ബൈ ഡിഫോൾട്ടായിട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഡേർട്ടി വാട്ടർ വരുന്നതാണ്. ഇത് രണ്ടും 4 ലിറ്റർ കപ്പാസിറ്റിയാണ് ഉള്ളത്. അതായത് നല്ല വാട്ടർ നമുക്ക് വിത്ത് ഫ്ലോർ ക്ലീനിങ് ലിക്വിഡൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഇനി അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാനുള്ള ടാങ്കാണ് നിങ്ങളിത് കാണുന്നത്. ഇത് ഈ ഒരു മെഷീൻ്റെ ചാർജിങ് ഓൺ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റാണ് ഇവിടെ. ഓക്കെ, അപ്പം ഇത്രയാണ് ബേസിക്കലി ഇതിൻ്റെ ഫങ്ഷൻ ആയിട്ടുള്ളത്. ഇനി ഇതിൽ വരുന്ന ഡസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇതിൻ്റെ താഴെ ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് വരുന്നത്, ഇതിൻ്റെ അകത്ത് വരുന്ന വാക്വം ചെയ്ത് കിട്ടുന്ന ഡസ്റ്റ് ഇത് ഈ ഒരു ഏരിയയിലാണ് കളക്ട് ചെയ്യുക. അപ്പം ഞാനത് എടുത്ത് കാണിക്കുന്നില്ല, കാരണം അതിനുള്ള ഡസ്റ്റ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതെടുത്ത് കളയാം, വേസ്റ്റ് കളയാം. ഇതിൻ്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻ ലിക്വിഡ് നമ്മൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാണുന്ന ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ വേറെ വില കൂടിയ ഏതെങ്കിലും ഇതിൻ്റെ ഇതിൻ്റെ മോപ്പൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ റോബോ. ഇതിൻ്റെ ക്യാമറ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് 3D ക്യാമറയാണ്. ഇത് ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസിയായിട്ട് ഡിറ്റക്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കുട്ടികളോ അതല്ലാതെ നമുക്ക് ടച്ച് ചെയ്യേണ്ടാത്ത എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് സെൻസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡയറക്ഷനൊക്കെ മാറിപ്പോകാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിന് മുകളിലൊരു കവറുണ്ട്. കവറൊന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന്. ജസ്റ്റ് ഞാൻ ഈ കവറൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പരിചിതമായിട്ടൊരു സിമ്പിൾ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വൈഫൈ സിമ്പിളാണ്. ഇത് ജസ്റ്റ് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിൻ്റെ എന്തെങ്കിലും നമുക്ക് ആക്ടിവിറ്റി വൈഫൈയിൽ കണക്ട് ചെയ്യേണ്ട, നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടൺ ഓഫ് ചെയ്തിടാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് വൈഫൈയിലേക്ക് കണക്റ്റ് ആവില്ല. നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് അലക്സ, സിരി പോലുള്ള വോയിസ് കൺട്രോളിങ് സപ്പോർട്ടൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ടും വൈഫൈയിൽ കണക്ട് ചെയ്താലും നമുക്ക് ആ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുകയുള്ളൂ. കാരണം എന്നാലും നമുക്ക് ആപ്പ് വർക്ക് ചെയ്യിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് സ്വിച്ച് ബട്ടണൊക്കെ പ്രസ് ചെയ്ത് വെറുതെ മാനുവലായിട്ട് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓഫ് ചെയ്തിടാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഇതിൻ്റെ ഡസ്റ്റ് കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വാക്വം ചെയ്ത് വരുന്ന വേസ്റ്റ് എല്ലാതും കളക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത്
ഒരു ചെറിയൊരു വേസ്റ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. നിങ്ങൾക്ക് കാണാം ചെറിയൊരു ഡസ്റ്റ് ഭാഗം മാത്രമേ ഇതിനകത്തുള്ളൂ. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇത് ഫുള്ള് ലോഡ് ചെയ്യും, അൺലോഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് വേസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇടയ്ക്ക് മന്ത്ലി വൺസോ ടോയ്സോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം നോക്കാം. ഇതാണ് നമ്മുടെ റോബോയുടെ ടോട്ടൽ അടിഭാഗം. നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രഷ് കാണാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മോപ്പ് ചെയ്യുന്നതാണ്. ഇത് വാഷ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിൽ ഏകദേശം 40 to 70 ഡിഗ്രി സെൽഷ്യസിൽ ഇത് വാഷ് ചെയ്തിട്ട് ആണ് നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുക. ഇത് ഇതിൻ്റെ ടയേഴ്സാണ്. ഹൈറ്റ് കൂട്ടാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ പ്രസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ കൂടെ കയറി പോകാൻ, ഇപ്പോൾ കാർപ്പറ്റൊക്കെ വരുമ്പോൾ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ടയേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വാക്വം, ക്ലീൻ ചെയ്ത് വാക്വം എടുക്കുന്ന ഏരിയ. ജസ്റ്റ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ആകുമ്പോൾ നമ്മുടെ മുടികളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് അതും ഇതിനകത്ത് എടുക്കും. പക്ഷേ സെപ്പറേഷൻ ഫിൽട്രേഷൻ ഒക്കെ ഇതിനകത്തുണ്ട്. സെപ്പറേറ്റ് ഫിൽട്രേഷൻ ഒക്കെ ഉണ്ട്. ഡസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു യൂണിറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് ടയറാണ്. റൊട്ടേഷൻ 360 ഡിഗ്രിയിൽ തിരിയാൻ പറ്റുന്ന ടയറുകളാണ്. ഇതിൻ്റെ ഒരു ബ്രഷാണ്. ഈ ബ്രഷ് നമ്മുടെ സൈഡിലത്തെ മിക്കവാറും സൈഡിലത്തെയോ എഡ്ജസിലൊക്കെ പോയിട്ട് ഇതിങ്ങനെ ഒരു സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ക്ലീൻ ചെയ്യാനാണ്. ചെറിയ ഡിവൈസാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഇതിങ്ങനെ ഈ സൈഡ് ഫിക്സ് ചെയ്തിട്ട് ഇരിക്കുള്ളൂ. ഇത് മാത്രം റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇത് നല്ല കുറച്ച് വില കൂടിയ ഡിവൈസ് ആയതുകൊണ്ട് ഇതിങ്ങനെ സൈഡിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ കോർണറിലത്തെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനും പിന്നെ അവിടുന്ന് ഈ ഒരു ഏരിയ വഴി ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ സൈഡിൽ ഈ കാണുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ സെൻസേഴ്സാണ്. നിങ്ങൾ ഈ യൂണിറ്റ് കാണുന്ന സെൻസേഴ്സാണ്. ഇത് ആൻറ്റി ഡസ്റ്റ് ക്ലീനിങ്ങിനുള്ള സെൻസേഴ്സാണ്. അതായത് എവിടെയെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് അഡീഷണൽ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് സെൻസ് ചെയ്ത് ഓക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഔട്ട് വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അതിനായിട്ട് നിങ്ങൾ എക്കോ വാക്സിൻ്റെ എക്കോ വാക്സ് ഹോം എന്ന് പറഞ്ഞ ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എനിക്ക് കാണിക്കുന്ന ഈ ബട്ടൺ കാണിക്കുന്ന ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് ഗൂഗിൾ അക്കൗണ്ടോ എങ്ങനെയും വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ വരാം. ഇതിനകത്ത് ഞാൻ എൻ്റെ എബീസ് ഹോം എന്താണോ മുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ വീടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ബോട്ടിന് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. അതാണ് എബീസ് ഹോം ബോട്ട് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇവരുടെ സ്പെഷ്യലൈസ്ഡ് ചാറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും ഈ ഇക്കോ GPT ചാറ്റ് GPTയിലൊക്കെ പോകുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താഴെ കാണുന്ന ഈ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഞാൻ ബാക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ വരുന്നത്. ഇതിനകത്ത് സ്റ്റാർട്ട് താഴെ ആപ്പിൽ എടുത്ത് കാണിക്കാം. ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സ് എൻ്റയർ ഹോമിൻ്റെ ക്ലീനിങ് അത് നോക്കിക്കോളും. ഇനി ഇതിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ചാർജിങ് മോഡിലാണ്. ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫർദർ സെറ്റിങ്സിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ എന്നൊരു ബട്ടൺ കാണുന്നുണ്ട്. ഒരു ഐക്കൺ, ഒരു ബട്ടൺ അല്ല. ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ഡയലോഗ് ബോക്സ് വരും. ഇതാണ് എൻ്റെ ഈ ഒരു ഫ്ലോറിൻ്റെ മാപ്പ്. ഞാനിവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് ആ കൂടെ ഒറ്റ ഫ്ലോറുള്ളൂ. നമുക്ക് ഫർദർ ഫ്ലോറിൻ്റെ കൂടുതൽ മാപ്പുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഒറ്റ മാപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് റീനെയിം ചെയ്യാം. ഇത് ബൈ ഡിഫോൾട്ടായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ റോബോ ഒന്ന് വീടിൻ്റെ മൊത്തം ഏരിയ ചെക്ക് ചെയ്തിട്ട് ഒരു മാപ്പ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് അതിനകത്ത് മാറ്റങ്ങളോ റീനെയിമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ ഇങ്ങനത്തെ ഒരു ഭാഗം കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള കാർപ്പറ്റ്. നിങ്ങൾ ഈ ഫ്ലോറിൽ കാണുന്ന ഈ ഒരു കാർപ്പറ്റ് ഏരിയയാണ്. കൊച്ചുള്ളതുകൊണ്ട് കൊച്ചിന് കിടക്കാനുള്ള സ്ഥലം ഒരു ചെറിയ പില്ലൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു കാർപ്പറ്റാണ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്ന ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. ഈ ഒരു ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബോട്ടാണ്. അതിൻ്റെ ഒരു സോഫ്റ്റ്വെയറും ഇതിൻ്റെ ഓട്ടോമേഷനൊക്കെ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. കാർപ്പറ്റ് ഏരിയയിൽ ഇത് നനച്ച് തുടക്കില്ല. കാരണം നമുക്കറിയാം കാർപ്പറ്റ് നമുക്ക് നനച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്മെല്ലും പിന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയ അത് ജസ്റ്റ് വാക്യൂം മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ ഐറ്റംസ് ഡിറ്റക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് വാക്യൂം ആണോ അതോ മോപ്പിംഗ് ആണോ എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ബോട്ടിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാപ്പിൻ്റെ സെക്ഷൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് താഴെ കാണുന്ന ഈ ഒരു ഏരിയ
ഇതിനകത്ത് ഇതിൻ്റെ ചാർജ് ഡിബൂട്ട് എന്നതിൻ്റെ പേര് ചാർജ് 100% കാണിക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫർദർ സെറ്റിങ്സ് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലീനിങ് മോഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. വാക്വം മാത്രം മതിയോ, വാക്വം ആൻഡ് മോപ്പ് ഒരുമിച്ച് ചെയ്യണോ, അതോ മോപ്പ് ആഫ്റ്റർ വാക്വം, അതെന്ന് വെച്ചാൽ വാക്വം ചെയ്തതിന് ശേഷം തുടയ്ക്കണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് സക്ഷൻ പവർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അധികം പൊടിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ പവറിൽ ഓപ്ഷൻ ഇട്ട് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് പൊടി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മുടിയോ മറ്റോ എന്തൊക്കെയോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പവർ കൂട്ടി കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, പവർ കൂട്ടും തോറും ഇതിൻ്റെ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോവും, കൂടുതൽ ചാർജ് വലിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് സെറ്റപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഹൈ പവറിൽ ഞാനിത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വാട്ടർ ലെവലാണ്, വാട്ടർ ഫ്ലോ. നിങ്ങൾ നിലം തുടയ്ക്കേണ്ട എത്ര ml വെച്ചിട്ടാണ് നിലം ഇതെടുക്കേണ്ടത്. ഞാൻ 35 മീഡിയം ലെവലിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് കൂട്ടാം കുറയ്ക്കാം. അപ്പോൾ കുറഞ്ഞ ലെവലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വാട്ടർ മാത്രമേ എടുക്കുകയുള്ളൂ, കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വാട്ടർ കൺസ്യൂം ചെയ്യും. ഇനി ഒരു ക്ലീനിങ് സ്പീഡ് ഒരു പറയുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവൽ സ്പീഡാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം 6 ഒരുപാട് തവണ ഇങ്ങനെ പോകുന്നത് കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ് ആണ്, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. മൂന്നാമത്തത് ഒരു ഇൻ്റർമീഡിയറ്റ് ക്ലീനിങ് ആണ്. ഇനി എത്ര തവണ പാസ് ചെയ്യണമെന്നാണ് അവസാനത്തായിട്ട് ചോദിക്കുന്നത്. അത് ഒറ്റ വട്ടമാണോ ക്ലീൻ ചെയ്യേണ്ടത്, അതോ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ക്ലീൻ ചെയ്യണോ, 2 times വേണമെന്നുണ്ടെങ്കിൽ അതും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഇനി അഡ്വാൻസ് സെറ്റിങ്സിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇനി നമുക്ക് റോബോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ എൻ്റെ ആപ്പിലേക്ക് വരികയാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഹോളിൻ്റെ ഏരിയ മാത്രമാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഞാൻ ഹോളിൽ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഏരിയ നിങ്ങൾക്ക് വേറൊരു കളറിൽ സെലക്ട് ആയി എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ താഴെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും 1 ഏരിയ സെലക്റ്റഡ്. എന്നിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് മുമ്പ് നമ്മുടെ ഈ റോബോ ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം, ഇതിനകത്താണ് നല്ല വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് വാക്വം ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ സെറ്റിങ്സിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വാക്വം ആൻഡ് മോപ്പാണ് ഇട്ടിട്ടുള്ളത്. അതായത് വാക്വം ക്ലീനിങ് ആൻഡ് തുടയ്ക്കൽ രണ്ടും ഒരുമിച്ച് ചെയ്യാനാണ്. ഞാൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് വാക്വമിങ് ആൻഡ് വാൾ മാപ്പിംഗ് എന്നൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. ഇതിനകത്ത് ചെറിയ പ്രോസസ്സൊക്കെ ഇതിനകത്ത് മെഷീനിൽ നടക്കും. നിങ്ങൾക്കൊരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കാര്യങ്ങളെല്ലാം എടുത്ത് ക്ലീനിങ് ലിക്വിഡും അതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോസസ്സായി നടക്കും. അതിനുശേഷമാണ് ഇത് പുറത്തേക്ക് ഇറങ്ങുക. മോപ്പിംഗ് പാഡ്, ക്ലീനിങ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുട്ടെന്താ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് കാണും ഇവിടെ ഒരു ബ്രഷ്, ക്ലീനിങ് ബ്രഷ് ഇതിൻ്റെ ചുറ്റും കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ആദ്യം അടിച്ച് വാരി തുടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് ബ്രഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് എഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടോ, ആ കോർണർ നമുക്ക് തൊടാൻ പറ്റാത്ത ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഭാഗം, ഈ ഒരു സൈഡ് ബ്രഷ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഈ ആപ്പിൽ മറ്റ് രസകരമായൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് രസകരം എന്ന് പറയുന്നില്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീച്ചർ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഐക്കൺ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യാമറ സെറ്റിങ്സ് ആണ്. അതിനകത്ത് എൻ്റെ പാസ്വേഡ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാമറ ആംഗിളിലേക്ക് നമുക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു വാക്വം, ഈ ഒരു റോബോ വെച്ച് നമുക്ക് ക്യാമറ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഞാനിരിക്കുന്ന ഏരിയ, അത് തുടയ്ക്കുന്ന ഭാഗം ഒക്കെ നമുക്ക് ക്യാമറയിലൂടെ ചുറ്റും കാണാം. എൻ്റെ കാലുകളാണ് നിങ്ങളിതിനകത്ത് കാണുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കോൾ ചെയ്യാനും മറ്റുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് ഓഫ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റോബോ ഓഫ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ഇതിനകത്ത് കോൾ ചെയ്യാം, വീഡിയോ കോളൊക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് സംസാരിക്കാനുള്ള ഓപ്ഷനും ഇതിനകത്ത് നമുക്ക് കിട്ടും. സോഫയുടെയും അതുപോലെ നമ്മുടെ ചെയർസിൻ്റെ ഒക്കെ അടിഭാഗത്തൂടെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കാണാം. നമ്മുടെ കൈയെത്താത്ത പല ഏരിയയിലേക്കും ഇതിൻ്റെ ഹൈറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിനെ പോയിട്ട് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു റോബോ വഴി നമുക്ക് പറ്റും. ഈ റോബോട്ട് കാർപ്പറ്റിലേക്ക് കിടക്കുകയാണ്. കാർപ്പറ്റിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ മോപ്പിംഗ് പാഡ്. നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കാൻ ചാൻസ് കുറവാണ്. ഈ അടി തുടയ്ക്കുന്ന മോപ്പിംഗ് പാഡ് സൈഡിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ കണ്ടല്ലോ, അതുപോലെ താഴത്തോട്ടും ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇത് ഒരു 10 മില്ലിമീറ്റർ ഒന്ന് പൊന്തും. അപ്പം നമ്മുടെ കാർപ്പറ്റ് നനയാതിരിക്കാനും മറ്റും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ റോബോ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇനി അവിടെ തിരിച്ച് പോയിട്ട് വേണം ഇതിൻ്റെ കളക്ട് ചെയ്ത വാക്വം എല്ലാം അതിനകത്ത് റിലീസ് ചെയ്യാനും പിന്നെ ഇത് ചാർജ് ചെയ്യാനും. ഇത് നമുക്ക് വർക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യുക, പോസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ചാർജിങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ചാർജിങ് സ്റ്റേഷനിലേക്ക് പതുക്കെ പോവുകയാണ്. നല്ല രസകരമായ കാഴ്ചയാണ്. തിരിച്ച് റൊട്ടേറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ റിവേഴ്സ് ഗിയറിൽ ഇങ്ങനെ കയറി അതിൻ്റെ ഉള്ളിൽ ചാർജിനും ഈ വേസ്റ്റ് ക്ലിയറൻസിനൊക്കെ ആയിട്ട് കയറുന്നത് കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല രസമുള്ളൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിട്ടാണ് എനിക്കിത് പേഴ്സണലി തോന്നുന്നു. നമുക്കാണെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആണത്. നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്യുന്നൊരു സൗണ്ട് നോയ്സൊക്കെയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവുക. ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കും. ഇനി ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വാർണിംഗ് സിമ്പിൾ അവിടെ വന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേസ്റ്റ് വാട്ടർ ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഒരു 1 വീക്ക് നമ്മൾ റൺ ചെയ്തപ്പോൾ ഇത്രയധികം വേസ്റ്റ് വാട്ടർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കൊണ്ടുപോയി ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്തത് ഞാൻ തിരിച്ചെത്തി. ഇത് തിരിച്ച് അവിടേക്ക് കൊടുക്കുകയാണ്, തിരിച്ച് അവിടെ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് പോകുന്നുണ്ടോ നോക്കാം. അതെ, ലൈറ്റ് ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ വൈറ്റിലേക്ക് തന്നെ തിരിച്ച് വന്നേക്കുകയാണ്. ഇനി നമുക്ക് എത്രത്തോളം വേസ്റ്റ് ഈ ഒരു യൂസേജിൽ വന്നിട്ട് നോക്കി നോക്കാം. ഈ ഒരു മോർ ദാൻ 1 വീക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എത്രത്തോളം ഡസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു കവർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. കണ്ടില്ല, നല്ല രീതിയിലുള്ള ഡെപ്തിൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ആ കവറിൽ. അത്യാവശ്യം നല്ലൊരു വലിയ ബാഗ് തന്നെയാണ്. അത് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയധികം പൊടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വർക്കിംഗ് ഫംഗ്ഷനാലിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു 1 വീക്കായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ വേറൊരു വാക്വം റോബോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുൾ ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചത്. വീട്ടിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന പ്ലസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇനി അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പോകുന്നവർക്ക് മറ്റും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്നാമത്തെ കേസ് എനിക്ക് ഫീൽ ചെയ്തത്, നമ്മുടെ ഫ്ലോറിൽ ഭയങ്കരമായിട്ടുള്ള ഡേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അടിഞ്ഞുകൂടി കിടക്കുന്ന ഡേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റോബോൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് അത് ക്ലീൻ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഈവൻ ദോ അത് ഇൻ്റലിജൻറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് ക്ലീൻ ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയ എനിക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ട്, മീൻസ് അത്രയും പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. രണ്ടാമത്തെ ഒരു ഏരിയ എനിക്ക് മിസ്സായിട്ട് തോന്നിയത് നമ്മുടെ കോർണേഴ്സാണ്. നിങ്ങളൊരു ചെറിയ സൈഡ് ബ്രഷ് കണ്ടിട്ടായിരിക്കും, പക്ഷെ അത് വളരെ ചെറിയൊരു ഏരിയ മാത്രം അത് കവർ ചെയ്യുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ റോബോന് പോകാൻ പറ്റാത്ത ഏരിയകളൊക്കെ ഉണ്ടാവുമല്ലോ. കറക്റ്റ് ഇതിൻ്റെ ഒരു സൈസ് ഡയമെൻഷൻ ഉണ്ട്. ഈ ഒരു വട്ടത്തിന് മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന സ്ഥലങ്ങളിലേക്ക് ഇത് ട്രാവൽ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇത് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ ആ ഏരിയ ക്ലീൻ ചെയ്യാനും പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഹൈറ്റ്, അതായത് നമുക്ക് കട്ടിലോ മറ്റെന്തെങ്കിലും ഒബ്ജക്ട്സ് ഈ ഒരു റോബോൻ്റെ ഹൈറ്റിനേക്കാൾ താഴെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറി പോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോറൊക്കെ തുറന്നിടുകയാണെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ഉൾഭാഗത്ത് പോയിട്ട് ക്ലീൻ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബെഡ്റൂമിൻ്റെ റൂമിലേക്ക് റോബോ കയറി എന്നിട്ട് ബെഡ്റൂമെല്ലാം ക്ലീൻ ചെയ്തു. പക്ഷെ നമ്മൾ ഡോർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് ഇത് ക്ലീൻ ചെയ്യില്ല. കാരണം അങ്ങോട്ട് റോബോന് പോകാൻ പറ്റാത്തത് കൊണ്ട് അതും ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ
ലിവിങ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമൊക്കെ നല്ല രീതിയിൽ ഫ്ലോറ് ഡെയിലി യൂസ് ചെയ്ത് ഡെയിലി ക്ലീൻ ചെയ്ത് പോകുന്നൊരു ആക്ടിവിറ്റി ഉള്ള ആളുകൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. പിന്നെ മേലടങ്ങാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട രീതിയിലൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് തറ ഭാഗം മാത്രമാണ് ക്ലീൻ ചെയ്യുള്ളൂ. ഇതിന് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈഡിൽ ടൈലിട്ടിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്യൂം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മാനുവലി പൊടി തട്ടി നിലത്തിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 18,000 പാസ്കലാണ്. അത്രയും സക്ഷൻ പവർ, നല്ലൊരു രീതിയിലുള്ള സക്ഷൻ പവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെറ്റ് ഹെയർ പോലുള്ള സംഭവങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് നമ്മുടെ കാർപ്പറ്റിൽ നിന്നും ഫ്ലോറിൽ നിന്നൊക്കെ ഇത് വലിച്ച് എടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1-2 വീക്സ് നമ്മൾ ഡസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്നിരിക്കുന്ന ഡസ്റ്റ് കളക്ഷൻ ഏരിയയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി അത് പോയി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വാട്ടർ ലെവൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് നമുക്ക് വാട്ടർ കഴിഞ്ഞാൽ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യും. അതിൻ്റെ മോപ്പും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യും. ഹോട്ട് വാട്ടർ സെറ്റപ്പ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 70 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിൽ ഇതിൻ്റെ മോപ്പ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലീൻ ചെയ്യും ഇതിൻ്റെ ഡേർട്ട് അനുസരിച്ച്. അപ്പോൾ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് നല്ല വിലയും വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ അതായത് ഈ റോബോ തന്നെ പല കമ്പനീസ്, MIയുടെ പേരിൽ MIയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അങ്ങനെ പല കമ്പനീസ് മാർക്കറ്റിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഞാനിത് UAE ദുബായിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഏകദേശം 10,000 രൂപ മുതൽ, അത്യാവശ്യം നല്ല റോബോൻ്റെ കേസാണ് ഞാൻ പറയുന്നത്, 10,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയുള്ള ഈ ക്ലീനിങ് റോബോട്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, അതായത് ചാർജിങ് സ്റ്റേഷനുള്ളതും ഈ ഓട്ടോമാറ്റിക് ക്ലീനിങ് നടക്കുന്നതും മാനുവലി വെള്ളം ഡെയിലി ആയിട്ട് ഒഴിക്കേണ്ടതോ അല്ലെങ്കിൽ വേസ്റ്റ് ഡെയിലി ക്ലിയർ ചെയ്ത് കളയേണ്ടതോ, അതിൻ്റെ ടെക്നോളജി കാര്യങ്ങളൊക്കെ അനുസരിച്ച്, പിന്നെ ഇതിൻ്റെ സക്ഷൻ സ്പീഡ്, ഇത് ഡേർട്ട് വലിച്ചെടുക്കുന്ന ആ ഒരു സ്പീഡൊക്കെ, ആ ഒരു സ്പീഡല്ല, ആ പവറൊക്കെ അനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ്, നിങ്ങൾ ഏത് ഏരിയ ആണോ നിങ്ങളിത് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ ട്രയൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ UAEയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ വേറെ ആരെങ്കിലുമൊക്കെ ഉള്ളതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മേടിച്ചു കൊണ്ട് പോവാം. UAEയിൽ നമുക്ക് അല്ല ഇവിടെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. മേ ബി അതർ പ്ലാറ്റ്ഫോംസിലും നമുക്ക് അവൈലബിൾ ആണ്. 15 ദിവസത്തെ ഫ്രീ റിട്ടേൺ ഉണ്ട്. നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ആദ്യത്തെ ഒരു ടെക്നിക്കൽ റിവ്യൂ ആണിത്. സോ വേറൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ.